ഇന്നേവിറ്റബിൾ ക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ വീണ്ടും ഒരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കേശവദാസപുരത്തെ അയ്യേഴ്സ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലെ പനീർ ദോശയും സാമ്പാർ വടയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം വന്നിട്ട്. ഇതൊരു പ്യുവർ നമ്മൾ സാധാരണ നോൺ വെജ് ഒക്കെയാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു പ്യുവർ വെജിറ്റേറിയൻ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേശവദാസപുരം അയ്യേഴ്സ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലെ പനീർ ദോശയും സാമ്പാർ വടയും. നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് സാമ്പാർ വടയായിരിക്കും എന്നൊക്കെ എൻ്റെ വിചാരം കേട്ടോ. കൺഫ്യൂഷൻ ഇത് എന്തെങ്കിലും ആയിരിക്കും. ഇത് നമുക്ക് ഈ ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതെന്തായാലും പനീർ ദോശയാണ്. ഇത് വട, ഇത് സാധാ വടയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇതിന്റെ കൂടെ ഉള്ള അല്ലേ, പനീർ ദോശയുടെ കൂടെ ഉള്ള വടയാണ്. നമ്മുടെ സാധാരണ നോർമൽ വട. ഇത് വെള്ള ചമ്മന്തി, ചുമന്ന ചമ്മന്തി. അപ്പം ഇതെന്തായാലും സാമ്പാറായിരിക്കും അല്ലേ. എന്തായാലും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കാമല്ലോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പനീർ ദോശ പ്ലേറ്റിലോട്ട് ഇടാം. അപ്പം നമ്മുടെ പനീർ ദോശ നമ്മൾ കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ട് ആക്കാൻ പോകുകയാണ്. കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ശരി, ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച്. അല്ല, അതാണ്ട് റബ്ബർ ബാൻഡ്. പനീർ ദോശ നല്ല മണമുണ്ട്, നല്ല സ്പൈസി ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പനീർ എന്തായാലും കാണുമല്ലോ പനീർ ദോശയ്ക്കകത്ത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെയുള്ള വടയും കൂടെ ഒന്ന് സൈഡിലെടുത്ത് ഒരു ഭംഗിക്ക് വെക്കാം. ഇത് ചമ്മന്തി നമുക്ക് നോക്കാം. ഇത് സാമ്പാറായിരിക്കും അല്ലേ. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ എന്തോന്ന് വട, സാമ്പാർ വട. സാമ്പാർ വട പൊതുവേ തമിഴ്നാട്ടിലാണ്, ഫുഡൊക്കെ നല്ല എന്തോ ഭയങ്കര മണമാണ്, നല്ല സ്മെല്ലാണ്. ഞാൻ ഒരു വീഡിയോയിൽ മണം കേട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ എന്നെ കളിയാക്കി. എനിക്കറിയാവുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ കളിയാക്കി. മണം എങ്ങനെയാണ് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ല. സാമ്പാർ വടക്കകത്ത് സാമ്പാറാണല്ലോ ഇഷ്ടം. സാമ്പാർ വടക്കകത്ത് പിന്നെ സാമ്പാറില്ലാതെ രസം വരൂ. സാമ്പാർ വടക്കത്ത് ഞാൻ സാമ്പാർ വട കഴിച്ചിട്ടില്ല. തൈര് ഇവിടെ കഴിച്ചിട്ടുണ്ട്. സാമ്പാർ വടക്കകത്ത് കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചില്ല കഴിച്ചിട്ടുണ്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ പറയും അതെന്റെ അവകാശം. ഇത് 2 സാമ്പാർ വടയാണല്ലേ. ഇത് രണ്ട് വടയാണല്ലേ. അങ്ങനെയല്ല, 2 വടയാണെന്ന് തോന്നുന്നു. 2 സാമ്പാർ വടയുണ്ട്. 2 പ്ലേറ്റ് സാമ്പാർ വടയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോ സാധാരണ ഒരു സാമ്പാർ വട എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിൽ 2 വടയും സാമ്പാർ വടയും. പക്ഷേ ഇത് 2 വടയുടെ വലിപ്പത്തിന് ഒരു വട ഉണ്ടാക്കി വെച്ചേക്കോണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ വടയുടെയും വലിപ്പം വെച്ച് നോക്കിയാൽ ഇതൊരു ജയന്റ് ആയിട്ടുള്ള വട കണക്ക് തോന്നാൻ. ഇത് സാമ്പാർ വടയ്ക്കകത്ത് നമുക്ക് പിന്നെ കൈയിടാം. നമുക്ക് ആദ്യം പനീർ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെപ്രാളമല്ല, തണുത്ത് പോകണ്ടല്ലോ എന്ന് കരുതി. സാമ്പാർ ഓപ്പൺ ചെയ്യണം. സാമ്പാർ ഓപ്പൺ ചെയ്യാതെ പിന്നെ അങ്ങനെയല്ല, സാമ്പാർ ഇടാനുള്ള പാത്രം ഇനി പോയി എടുത്താലല്ലേ പറ്റത്തോ. ഞാൻ സാമ്പാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ തരവില്ല, നല്ല അടിപൊളി മണമാണ് സാമ്പാറിന്. ഈ സാമ്പാർ മാത്രമല്ല കേട്ടോ, ഈ എന്തോന്ന് വട, സാമ്പാർ വടയുടെ സാമ്പാറിന് നല്ല മണമായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് 2 സാമ്പാറായിരിക്കും. എന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കിടക്കാം. നമുക്ക് ഈ എന്തോന്ന് ദോശ, പനീർ ദോശ മൊത്തം കയ്യിൽ പോയി. പനീർ ദോശ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. അകത്തെ പനീറിന്റെ അവസ്ഥ എന്താണ്, എത്ര പനീർ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മാഡം ഇങ്ങനെയാണല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ഡോക്ടർ ആവാത്ത നന്നായി. ഇത് പനീറായിരിക്കും അല്ലേ? അല്ല, ബീഫ്. എന്താ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് പോകുന്നു. പക്ഷെ നല്ല രീതിയിൽ നല്ല
പനീർ ഇങ്ങനെ നല്ലതായിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിറച്ച് പനീറുണ്ട്. പനീറിൻ്റെ അളവിനൊന്നും യാതൊരു കുറവില്ല. ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, 110 റുപ്പീസാണ് ഈ വടയും ഈ ഒരു പനീർ ദോശയും കൂടെ ചേർന്നിട്ട്. അപ്പോൾ എമൗണ്ട് വെച്ച് നോക്കിയാൽ ഞാൻ ഇത് വേർത്ത് ആണെന്നേ പറയത്തുള്ളൂ. കാര്യം നല്ല രീതിയിൽ പനീർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വടയും ഈ ഒരു ദോശയും കൂടെ, കാര്യം പനീർ ഡിഷസിനൊക്കെ ഓൾറെഡി അത്യാവശ്യം നല്ല റേറ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇത് 110 രൂപയ്ക്ക് എന്തുകൊണ്ട് ലാഭം തന്നെയാണ്. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി വൈസ് എമൗണ്ടുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, വേർത്താണ്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റാണ് അറിയേണ്ടത്. നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കാം. അത് നമുക്ക് പനീർ ദോശ മാത്രം ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ നമുക്ക് സാമ്പാർ ചമ്മന്തിയൊക്കെ ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിലെ ഫുഡാകുമ്പോൾ പിന്നെ പ്രത്യേക ഒരു വെജിറ്റേറിയൻ ഫുഡിനൊരു ടേസ്റ്റ് കാണുമല്ലോ. നമുക്കിനി സാമ്പാർ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പനീറിൻ്റെ ദോശ കഴിക്കുന്നത്. പനീർ ഡിഷസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, പനീറിൻ്റെ ദോശ കഴിച്ചിട്ട് നമുക്ക് ഈ സാമ്പാറും കൂടി ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കാം. സാമ്പാർ നല്ല ടേസ്റ്റാണ്. മണം കേൾക്കുമ്പോഴും മണം കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി. അടിപൊളി സാമ്പാർ, ഒരു രക്ഷയില്ല, നല്ല സാമ്പാർ. വെള്ള ചമ്മന്തി നമുക്ക് വടയുടെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാം. അത് ചമ്മന്തി എനിക്ക് തോന്നുന്നു ഏത് ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ചമ്മന്തി ട്രൈ ചെയ്യാം. വെള്ള ചമ്മന്തി വടയുടെ കൂടെ വെച്ചേക്കുന്നത്. നമുക്കിനി ചുമന്ന ചമ്മന്തിയായിട്ട്, തേങ്ങ ചമ്മന്തിയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാമ്പാറായിട്ട് ട്രൈ ചെയ്തിട്ട് അടിപൊളി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഈ ദോശ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഇതുവരെ കഴിക്കാത്തൊരു ദോശയും പനീറും കൂടെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആലോചിക്കാം. ഇത് മിക്കവാറും ഞാൻ സാമ്പാർ, വെള്ള ചമ്മന്തി അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ട്രൈ ചെയ്ത് അവസാനം നിനക്ക് ട്രൈ ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. വേണമെന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ വാങ്ങിക്കുന്നത്. ചമ്മന്തി ഞാൻ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. സാമ്പാർ അടിപൊളി, സാമ്പാറും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചമ്മന്തി കുഴപ്പമില്ല. നമുക്ക് വടയും കൂടെ ഒന്ന് നോക്കാം. തീരാറായില്ലേ? വിശദമായിട്ട് നോക്കിയാലേ ഫുഡിന്റെ റിവ്യൂ അറിയാൻ പറ്റത്തുള്ളൂ. വട തരക്കേടില്ല, കുഴപ്പമില്ല. പക്ഷെ പനീർ ദോശ ഒരു രക്ഷയില്ല. പനീർ ദോശയും സാമ്പാറും കൂടെ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് സാമ്പാർ വടക്കകത്തോടൊന്ന് കൈയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയുള്ളൂ. സാമ്പാർ വട ഞാൻ കഴിച്ചിട്ടില്ല. നമുക്ക് വട, ഈശ്വര, ഇത് വടയല്ലേ, വേറെന്തോ സാധനം. ഇത് മറ്റേ വലിയ ലോറിയുടെ ടയറൊക്കെ കണക്കുണ്ട്. പക്ഷെ ഇത് ഒരെണ്ണം 20 റുപ്പീസ് അല്ലേ? ഇത് ഒരെണ്ണം 20 റുപ്പീസ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയുള്ളൂ. ഇത് ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയുന്നു കേട്ടോ. 20 റുപ്പീസിന് വേർത്താണ്, നല്ല രീതിയിൽ വേർത്താണ്. ഇത് ആക്ച്വലി ഇത് സാമ്പാറിൽ കുഴച്ച് വെക്കണം, അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ഇപ്പൊ ഇത് രണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, സാമ്പാർ വടയുടെ സാമ്പാറും ഈ സാമ്പാറും തമ്മിൽ വ്യത്യാസമുണ്ട്. സാമ്പാർ വടയുടെ കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറാണ്. അതാ ഞാൻ പറഞ്ഞു, ഈ സാമ്പാർ ഇട്ട് എന്തോ ഇത് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാറാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള സാമ്പാറാണ്. വടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വട തമ്മിൽ, ഈ വടയും ആ വടയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം. അടിപൊളി ടേസ്റ്റ്, രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. വേറെ കടകളുടെ സാമ്പാർ വട ഞാൻ കഴിച്ചില്ല, പക്ഷേ ഈ സാമ്പാർ വട നല്ല രുചിയുണ്ട്. ഈ സാമ്പാറിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ സാമ്പാർ ആര്യാസിലെ സാമ്പാർ വട കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഇത്രയും വലിയ വടയല്ല. വട എന്തായാലും സൈസ് രക്ഷയില്ല, സൈസ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഇതൊരു സാമ്പാർ വട ഒരു ചായ കുടിക്കുമ്പം എൻ്റെ വയറൊക്കെ എപ്പോഴേ ഫുള്ളാവും. അപ്പം ഇതാണ് നമ്മുടെ സാമ്പാർ വടയുടെ വലിപ്പം. 20 റുപ്പീസാണ്. എങ്ങനെ നോക്കിയാലും വേർത്താണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചമ്മന്തി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ വട തരക്കേടില്ല. പിന്നെ ഈ സാമ്പാറിന്റെ ടേസ്റ്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഈ വട ഒടുക്കത്തെ ടേസ്റ്റ്. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഇത് കുറെ നേരം സാമ്പാറിൽ ഇരുന്ന് കുതിർന്നിരിക്കുന്ന വടയാണ്, അല്ലാതെ നമ്മൾ ഇത് മുക്കി കഴിച്ചാൽ മനസ്സിലാവില്ല. സെയിമാന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട്.
വലിപ്പം വെച്ചിട്ടുണ്ട്, വളരെ ഇട്ടേക്കും, വളം ഇട്ട് കൊടുത്ത് വളരാനായിട്ട്. സാമ്പാർ വളമിട്ട് വെച്ചേക്കാണല്ലോ, അപ്പോൾ ഇങ്ങനെ കുതിർന്ന് കയറും. എന്തായാലും സാമ്പാർ വട അടിപൊളി. ഇത് ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യും. പനീർ ദോശ ഐയേഴ്സ് കിച്ചണിലെ കേശവദാസപുരത്തുള്ള പനീർ ദോശ കിടിലമാണ്. നിങ്ങൾക്ക് എന്നതാ കുറച്ചിങ്ങനെ അടുത്തോട്ട് കൊണ്ടുവന്ന പനീർ, ഒരു ലോഡ് പനീറുണ്ട്. ഈ പനീർ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നോൺ വെജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടപ്പെടുന്നു, കാരണം ഒരു ബീഫിന്റെ ഒക്കെ മണമുണ്ട്. ടേസ്റ്റ് വൈസ് നമുക്ക് പെട്ടെന്ന് പനീറാണെന്ന് തോന്നുന്നത്. നമ്മൾ ഇതേപോലത്തെ ഒരു ബീഫ് അകത്ത് ഇങ്ങനെ കൂട്ടി വെച്ചൊരു ദോശ ഉണ്ടല്ലോ, ബീഫ് ദോശ, കീമ ദോശ. അതെ, കീമ ദോശയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. ഈ ദോശ, ഈ സാമ്പാർ വട നിങ്ങൾ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് ഫുഡൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐയേഴ്സ് കിച്ചന്റെ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. ഐയേഴ്സ് കിച്ചൺ അല്ല, ഐയേഴ്സ് കിച്ചൺ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലെ ഫുഡ് റിവ്യൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്ര സ്റ്റാർ കൊടുക്കാം? ഇതൊരു 3.8. അത്രേ ഉള്ളൂ? അല്ല, 4 കൊടുക്കാം. നമുക്കൊരു 4 കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടപ്പെടാത്തത് ഈ ഒരു ചമ്മന്തിയും ഈ ഒരു 4 കൊടുക്കാം. കാരണം റേറ്റും വളരെ കൂടുതലൊന്നും, റേറ്റ് വളരെ കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ 4 കൊടുക്കണം. നമ്മൾ വെറുതെ പറഞ്ഞ സമയം കളയണില്ല. അപ്പോൾ നമുക്ക് 5 ഔട്ട് ഓഫ് 5 4 അല്ലേ? ഔട്ട് ഓഫ് 5 നമുക്ക് 4 സ്റ്റാർസ് കൊടുക്കാം ഐയേഴ്സ് കിച്ചണിൽ. അപ്പോൾ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരും ട്രിവാൻഡ്രത്തോട്ട് വരുന്നവരും പറ്റിയ വെജിറ്റേറിയൻ ഫുഡിനോട് ഇഷ്ടമുള്ളവർ, പനീറൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ കേശവദാസപുരം ജംഗ്ഷൻ അടുത്തായിട്ട് തന്നെയാണ്. കേശവദാസപുരം ജംഗ്ഷൻ അടുത്തായിട്ട്. എല്ലാവരും ശരിക്കും ഫുഡ് റിവ്യൂ മാത്രമേ ഉള്ളൂന്നല്ല, നമുക്ക് ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.